ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വളാഞ്ചേരിക്ക് പോവാണ് കേട്ടോ. ചെറിയ ഒരു ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കണം. യാരാമാൾ പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ സൺഡേയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വളാഞ്ചേരി പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. കണ്ണൻകുട്ടി അവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഞങ്ങൾ മൂന്നാളും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലാണ് കേട്ടോ പോണത്. വളാഞ്ചേരിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുള്ളൂ കേട്ടോ യാരാമാളിക്ക്. നമ്മൾ മാളിൽ നിന്ന് അല്ലാട്ടോ സ്ഥിരമായിട്ട് പച്ചക്കറി ആണെങ്കിലും എന്താണെങ്കിലും വാങ്ങുക. സൺഡേയിൽ അവിടെ അത്യാവശ്യം ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറയാറുണ്ട്. മുന്നേയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാരാമാളിലെത്തി. അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ പോകുമ്പോൾ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പച്ചക്കറിയൊക്കെ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പുത്തനത്താണി ഒരു കട ഉണ്ടായിരുന്നു, അന്ന് അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊരു കാരണമൊന്നും വേണ്ട, വെറുതെ ഒന്ന് ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് മൂന്നാളും കൂടെ പോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പിള്ളേരെയും കൂടെ കൂട്ടണം നല്ലതാണ്. നമ്മുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ട്, ആ ക്യാഷിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ വാങ്ങാം, എത്ര കുറച്ച് വാങ്ങാം, അങ്ങനെയൊക്കെയുള്ളൊരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ പിള്ളേരും കൂടെ കണ്ടിട്ട് മനസ്സിലാക്കണത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് 2 ബീട്രൂട്ട് മതി, അല്ലെങ്കിൽ 1 ബീട്രൂട്ട് മതി, അതൊക്കെ കുറച്ചാണെങ്കിലും അതൊരു ജാളിയതല്ലാതെ മടിയില്ലാണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് എത്ര വലിയ കടയിൽ നിന്നാണെങ്കിലും പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അവരും കൂടെ പഠിക്കണത് നല്ലതാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ച് ഇപ്പോൾ ഒരു മാള് എവിടെ പോയിട്ടുണ്ടെങ്കിലും ഹൈ ടോപ്പിൽ കുറച്ച് റേറ്റ് കൂടുതൽ, പിന്നെ കുറഞ്ഞ് താഴെ വരുമ്പോഴേക്കും അതിൻ്റെ റേറ്റ് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈവൻ പച്ചമുളകാണെങ്കിലും ഇതൊരു 2 ഐറ്റം 3 തരമൊക്കെ 2 തരമൊക്കെ റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യം പച്ചമുളകാണ്, അത് നമ്മൾ വില കുറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്ത് പച്ചക്കറിയോ എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റും കാര്യങ്ങളും അറിഞ്ഞിട്ട് നമ്മുടെ കൂടെ വരുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ. അതനുസരിച്ച് വളരാൻ വേണ്ടിയിട്ട് കൂടെ കൂട്ടണത് നല്ലതാണ്. നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണേക്കാട്ടിലും അവരും കൂടെ കണ്ട് മനസ്സിലാക്കണത് നല്ലതാണ്. അപ്പം ഇവിടെ നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ മോളും ഞാനും, ഇല്ലെങ്കിൽ നമ്മൾ 3 പേരും, മോളും ഞാനും മോനും കൂടെയാണ് പോയിട്ട്. ഒറ്റയ്ക്ക് അങ്ങനെ വാങ്ങാൻ പോവാറില്ല. വാങ്ങാൻ പോണതിന് കുഴപ്പമുണ്ടായിട്ടില്ല. അവരും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 500 രൂപയുള്ളൂ, ആ 500 രൂപയ്ക്ക് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ ഓട്ടോ കൂലിയും കൂടെ മൈനസ് ചെയ്തിട്ട് ഇന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങണം, അത് അത്യാവശ്യം എന്തൊക്കെ വാങ്ങണം, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാം, എന്നിട്ട് അത്യാവശ്യം എന്തൊക്കെ വാങ്ങാൻ പറ്റും എന്നൊക്കെ അവരെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നു. അച്ഛൻ്റെ പോക്കറ്റിൽ എത്ര ക്യാഷ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ കടബാധ്യതകളുണ്ട് എന്നൊക്കെ ചെറുതിലേ മുതൽ ഞങ്ങളെ അമ്മയും അച്ഛയും പഠിപ്പിച്ചിട്ടാണ് വെച്ചാൽ ഞങ്ങളോടും കൂടെ ഷെയർ ചെയ്യും. ആ ഒരു സംഭവം ഞാൻ എൻ്റെ മക്കളിലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഒന്നും അറിയിക്കാതെ അവരെ നമ്മളെക്കാട്ടിലും നല്ല രീതിയിൽ വളർത്തണം എന്നൊക്കെ എല്ലാ അച്ഛനമ്മമാർക്കും ഉണ്ടാവും. പക്ഷേ നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അവരറിയണം. നമുക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമ്മുടെ മക്കളും അറിയണം. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഉള്ളൂ, നമ്മൾ കുറേശ്ശെ വാങ്ങിയിട്ടുള്ളൂ. വലിയ എമൗണ്ടിലും വാങ്ങിയിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളാഞ്ചേരി പോകുന്നതാണ്. നമ്മുടെ അവിടെ തൊട്ട് കട ഉണ്ട്. പിന്നെ താഴെ കുളമംഗലത്തും ഇതേപോലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ബൾക്കായിട്ട് വാങ്ങി വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റും ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ മഷ്റൂം കൂണ് കണ്ടപ്പോൾ ഒരു കൊതി കേട്ടോ. 50 രൂപയും കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതും മേടിച്ചു. പിന്നെ അവിടെ പല ഫ്ലേവറുള്ള യോഗേർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്ലൂബെറിയുടെ ഫ്ലേവറുള്ള യോഗേർട്ടാണ് എടുത്തത്. ഒരു ചെറിയ ബോട്ടിൽ 30 രൂപയും കണ്ടിട്ടാണ്, അതിനും വിലയുള്ളൂ. അത് കുറേ ആയിട്ടോ നമ്മൾ ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ. പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമായിരുന്നു. അതും മേടിച്ചു. പിന്നെ വെറുതെ അവിടെയൊക്കെ ചുറ്റി നടന്ന് കുറച്ച് നേരമൊക്കെ നോക്കി കണ്ടു. പിന്നെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ച് നിന്നോട്ടോ. നമ്മൾ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ. മറ്റൊന്ന് നല്ല തിരക്കായിരിക്കും, ക്യൂ നിൽക്കേണ്ട അവസ്ഥയായിരിക്കും സൺഡേയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് കാരണം ഒന്നാമത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മടിയാവാറുണ്ട്. ഇതിപ്പോൾ രാത്രി കുറച്ച് ഇരുട്ടോടെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഒക്കെ അവിടെ നടന്ന് ഇങ്ങനെ പോരണ്ടേ, കുറച്ച് നേരം കൂടെ നിൽക്കണമെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. നമ്മൾ വരുമ്പോൾ മഴയുടെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ, ചായ പൊരിക്കടി സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മഴ കാരണം നമ്മൾ അവിടെ നിന്ന് കുടിക്കാൻ നിന്നില്ല. ഭാഗ്യത്തിന് പോരുന്ന വഴിക്ക് നല്ലൊരു കട കണ്ടു കേട്ടോ. കടയുടെ പേര് ഓർക്കണില്ല, പക്ഷേ അതിനകത്ത് വെറൈറ്റി ഐസും ഐസ്ക്രീമും പിന്നെ നറുനീണ്ടി സർബത്ത്, സ്വീറ്റ്സൊക്കെ, പാൽപ്പേട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നറുനീണ്ടി സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ ആൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്
നറുനീണ്ടി സർബത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. 2 പറഞ്ഞത്. ഇനി അഥവാ നമുക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ 2 പറഞ്ഞേ. പിന്നെ 2 മതി, 3 ഷെയർ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 മേടിച്ചു. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ ഐസ് കഴിക്കാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടിക്ക് ഐസ് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കോക്കനട്ടല്ലേ, ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ഐസ്ക്രീമും പൂജിട്ടി വേറെ എന്തോ ഒരു സംഭവമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു പാൽപ്പേടയുടെ ഒരു ബോക്സും മേടിച്ചു. പിന്നെ അവർ ചോദിച്ചു കേട്ടോ യൂട്യൂബാണോ എന്ന കാര്യമൊക്കെ മോളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ യൂട്യൂബാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏട്ടൻ്റെ അടുത്ത് അവൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൾ അവരോട് പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു ആ കുഴപ്പമില്ല, വീഡിയോ എടുത്തപ്പോൾ യൂട്യൂബ് ചാനലുണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് തോന്നി കണ്ടപ്പോൾ, വീഡിയോ എടുക്കണ കണ്ടപ്പോൾ. ഇളനീരുണ്ട്, നിക്കേസ് ഉണ്ട്, പിന്നെ റെഡ് വെൽവെറ്റ് ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ്. ഏതെടുക്കണം മോള്? സ്നിക്കേഴ്സ്, കിറ്റ്കാറ്റ്, റെഡ് വെൽവെറ്റ്, ടെൻഡർ കോക്കനട്ട്, റെഡ് വെൽവെറ്റും അവക്കാഡോ അവക്കാഡോ ഉണ്ട്, ഓറിയോ ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. ആക്കി ഓറിയോ മതി. ഒരുപാട് വെറൈറ്റി ഐസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും മോളും മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ണൻകുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവൻ അപ്പോൾ വീഡിയോ എടുത്ത് തരാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റേത് പൂജുട്ടിക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അവളുടെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ നാട്ടം ഇഷ്ടമായത്, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. അധികം ദൂരമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. വീട്ടിലെത്തി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തുണികളും മടക്കി വെക്കാണ്ട് അല്ലറ ചില്ലറ കുറച്ച് പണികളേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറികൾ ഇതാ എനിക്ക് ബുദ്ധിച്ച് പിടിക്കുന്നത്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് നമ്മൾ കൂണ് വാങ്ങിയിട്ടുണ്ട്, മഷ്റൂം വാങ്ങിയിട്ടുണ്ട്. അതിനെന്താ 50 രൂപയും കാണിച്ചുള്ളൂ. പിന്നെ ഇത് പാൽപ്പേട, ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഈ സംഭവം യോഗട്ടത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഒരുപാട് വെറൈറ്റി ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറിയുടെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. മഷ്റൂം ഇങ്ങനെ കാണിച്ചെടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ കാണിച്ചു തരാം. മഷ്റൂം, പിന്നെ യോഗട്ട് പറഞ്ഞല്ലോ, പിന്നെ പാൽഗോവ, പിന്നെ ഇത്രയൊക്കെയാണ്. ക്യാരറ്റ് കുറച്ച് മേടിച്ചു പിള്ളേർക്ക്. ഇതാ നാളികേരം കിട്ടാൻ നമുക്കിവിടെ നാളികേരം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ അമ്മ എനിക്ക് തന്നു വിടാറാട്ടാ, അവിടെയും ഇല്ല, കുറവാണ്. മതി അന്നിടത്തേക്ക്. പിന്നെ തക്കാളി, പച്ചമുളക്, ഇതൊക്കെ ഇപ്പം ഇന്നത്തോടെ കൂടെ മൊത്തം തീർന്നുണ്ടായിരുന്നു. ഇത്രയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. സവാള ഇതിനോട് ഉണ്ടായിരുന്നു, ഇതിന് ഓഫറിൽ കിടന്നപ്പോൾ അതോട് കുറച്ച് വാങ്ങി. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് കേട്ടോ. നമ്മൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു. മോന് ഉറക്കം വന്നിട്ട് ഇങ്ങോട്ട് തൂങ്ങിയിട്ടുണ്ടായിരുന്നു. പകലത്തെ കളിയുടെ മല്ലോണ്ടായിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തുണി മടക്കിയിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. ഇനിയിപ്പോൾ ഏതായാലും അതും കൂടെ മടക്കി വെച്ച് കിടക്കുക. രാവിലെ എണീക്കുമ്പോൾ ഇനി റൂം കാണുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് ഫീൽ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് മടക്കി വെച്ചു കേട്ടോ. പിള്ളേരുടെയൊക്കെ ഞാൻ അവരുടെ കൊട്ടയിൽ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എൻ്റെത് മാത്രമേ മടക്കാണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ കിച്ചണിൽ എല്ലാ പാത്രങ്ങളും മോറി കഴുകി വെച്ച് പിന്നെ അടുക്കളയും തുടച്ചിട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ഒന്ന് മേല് കഴുകണം. അതോടുകൂടി ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യപരിപാടികളും കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.